ഇന്ന് കിണ്ണത്തട എന്നു പേരുള്ള ഒരു പലഹാരമുണ്ടാക്കാം. ഇതിന് ഞാൻ എടുത്തത് 1/2 കിലോ പൊന്നിയരി, 1/2 കിലോ പഞ്ചസാര, ഒരു തേങ്ങയുടെ പാല്, 200 ഗ്രാം കടലപ്പരിപ്പ്. പൊന്നിയരി 6 മണിക്കൂർ നേരം കുതിർത്ത് തേങ്ങാപ്പാലും പഞ്ചസാരയും ഇട്ട് നല്ലതുപോലെ അരച്ചെടുക്കണം. കുതിർത്തി വേവിച്ച് മധുരം ചേർത്തെടുത്ത കടലപ്പരിപ്പ് നമുക്ക് തണുത്ത ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ദോശമാവിനേക്കാൾ കുറച്ച് അയവിൽ കലക്കിയെടുത്ത് ഗീ തേച്ച പാത്രത്തിലേക്ക് ഒഴിച്ച് ആവി കയറ്റിയെടുക്കാം. ഇത് ഒരു വെറൈറ്റിയായ പലഹാരമാണ്. നല്ല സ്വാദാണ് കഴിക്കാൻ. ഇത് ഒന്ന് ആവി കയറ്റിയെടുക്കാം. ആവി ഒന്ന് കയറ്റിയ ശേഷം മൂടി തുറന്ന് കുറച്ച് ഗീ അതിൻ്റെ മുകളിൽ തേച്ച് കൊടുക്കാം. അതിനുശേഷം വീണ്ടും മാവൊഴിക്കാം. ഇങ്ങനെ നിങ്ങളുടെ കൈവശം എത്ര ലെയറായി ഒഴിക്കാൻ മാവുണ്ട് അതിനനുസരിച്ച് ഇതുപോലെ ഒഴിച്ച് ആവി കയറ്റിയെടുക്കാം. ഇത് ശരിക്കും ലെയറായി തന്നെ കിട്ടും. ആദ്യം ചെറുതായ രീതിയിൽ ആവി കയറ്റിയാൽ മതി. ഇങ്ങനെ എല്ലാ ലെയറും ഒഴിച്ച ശേഷം അവസാനം ഒന്ന് നല്ലതുപോലെ വേവിച്ചെടുക്കണം. നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു പലഹാരം കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. ഇങ്ങനെ എല്ലാ ലെയറുകളും ഒഴിച്ചു കഴിഞ്ഞാൽ അവസാനമായി അതിനു മുകളിൽ നമ്മൾ വറുത്തു വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയെല്ലാം ഒന്ന് വിതറിക്കൊടുക്കാം. ഇനി ഒന്ന് നല്ലതുപോലെ വേവിച്ച ശേഷം അത് പുറത്തെടുത്ത് തണുത്ത ശേഷം നമുക്ക് മുറിച്ച് കഴിക്കാം. മുറിച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ലെയർ പോലെ തന്നെ ഉണ്ടാകും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.